കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വീടിനോട് ചേർന്ന കിണറിൽ കാട്ടുപന്നി വീണു. എരിഞ്ഞിക്കൽ സുധീഷ് കുമാറിന്റെ പറമ്പിലെ വീട്ടിലാണ് കാട്ടുപന്നി വീണത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് നമുക്കൊപ്പം ചേരുന്നത്. രതീഷ്, അങ്ങനെ ഒരു വനപ്രദേശമൊന്നും അടുത്തില്ലാത്തൊരു സ്ഥലമാണ്, പക്ഷേ കാട്ടുപന്നി ഇന്ന് കേരളത്തിന്റെ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് ഈ കാട്ടുപന്നിയെ കിണറ്റിൽ കണ്ടത്? ബിനിൽ, ഇന്നലെ വൈകിട്ടാണ് ഈ ആൾമറയില്ലാത്ത ഈ കിണറ്റിൽ കാട്ടുപന്നി വീണതായി കണ്ടത്. എരഞ്ഞിക്കലിലെ സുധീഷ് കുമാറിന്റെ വീട്ടിലെ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറിലാണ് കാട്ടുപന്നി വീണത്. ഇന്നലെ വൈകിട്ട് ഈ കിണറിലെ മോട്ടോർ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് അത് പരിശോധിച്ചെത്തിയ സുധീഷാണ് ഈ കാട്ടുപന്നി വീണത് കണ്ടത്. തുടർന്ന് വനംവകുപ്പിനെയും പോലീസിലും ഒക്കെ അറിയിച്ചു. അപ്പൊ ഇന്നലെ രാത്രി അത് എടുത്തിട്ടില്ല. ഇന്ന് കാട്ടുപന്നിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് അല്പസമയങ്ങൾക്കുള്ളിൽ തുടങ്ങും. ഈ പ്രദേശത്തൊക്കെ വ്യാപകമായ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമാണ്. കാർഷിക വിളവ് ഉൾപ്പെടെ വ്യാപകമായി കാട്ടുപന്നി നശിപ്പിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കാട്ടുപന്നി ഈ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ സംഭവം ഉണ്ടായത്. എന്തായാലും കാട്ടുപന്നിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ, വനംവകുപ്പും പോലീസും ഒക്കെ ചേർന്ന് തുടരുകയാണ് ഇപ്പോൾ. ഇനി ഓക്കെ, വനംവകുപ്പും പോലീസും ചേർന്ന നടപടികൾ തുടരുകയാണ്. കാട്ടുപന്നി വീണിരിക്കുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ്. വീടിനോട് ചേർന്ന ആൾമറയില്ലാത്ത കിണറ്റിൽ ഇന്നലെ വൈകുന്നേരമാണ് കാട്ടുപന്നി വീണത്.